ഈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഓർഡർ മാറ്റി കണക്ട് ചെയ്യിക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മൾ നോക്കുമ്പം തിരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ? തിരിക്കാൻ പറ്റുന്നത് നോയും സമ്മുമാണ്. തിരിക്കാൻ പറ്റാത്തത് ഓളും സമ്മാർ നോട്ടുമാണ്. അത് രണ്ടും തിരിക്കാൻ പറ്റത്തില്ല. ആ തിരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫസ്റ്റ് വേരിയബിൾ ഒറ്റയ്ക്കുള്ളതുണ്ടെങ്കിൽ, ആ പർട്ടിക്കുലർ വേരിയബിൾ വേറെ എവിടെയും വരുന്നില്ലെങ്കിൽ അത് ഫസ്റ്റായി എഴുതാനേ പറ്റൂ. പിന്നെ കണക്ഷൻസ് കിട്ടുമെന്ന് നോക്കണം. അതുപോലെ തിരിക്കാൻ പറ്റാത്തതിലെ ലാസ്റ്റ് വേരിയബിൾ ഒറ്റയ്ക്കുള്ള, അതിന് വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, വേറെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ പർട്ടിക്കുലർ വേരിയബിൾ തിരിക്കാൻ പറ്റാത്തതിന് ലാസ്റ്റ് ഇല്ലെങ്കിൽ അത് കഴിയുന്നതും ലാസ്റ്റ് ആക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ ഉള്ളത് ഓൾ ഓർഡേഴ്സ് ആർ സർക്കുലേഴ്സിലെ ഓർഡേഴ്സ് വേറെ എവിടെയില്ല. അപ്പോൾ അത് ഫസ്റ്റാക്കി അങ്ങ് എഴുതണം. ഓൾ ഓർഡേഴ്സ് ആർ സർക്കുലേഴ്സ് ആദ്യം എഴുതണം. All orders are circulars. All orders are circulars. അത് ആദ്യം എഴുതുക. All orders are circulars. ഇനി സർക്കുലേഴ്സ് തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കണം. പക്ഷേ നോ മെമ്മറാണ്ടം ഈസ് എ സർക്കുലർ നമ്മൾ തിരിച്ചിട്ട് നോ സർക്കുലർ ഈസ് എ മെമ്മറാണ്ടം ആക്കാം. നോ സർക്കുലർ ഈസ് എ മെമ്മറാണ്ടം. നോ സർക്കുലർ ഈസ് എ മെമ്മറാണ്ടം. ഇനി മെമ്മറാണ്ടത്തിൽ തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് സം മെമ്മറാണ്ട ആർ ടെൻഡേഴ്സ് ആണ്. സം മെമ്മറാണ്ട ആർ ടെൻഡേഴ്സ്. സം മെമ്മറാണ്ട ആർ ടെൻഡേഴ്സ്. ഇനി ഓൾ സർക്കുലേഴ്സ് ആർ റെക്കമെൻഡേഷൻസ് ആണ്. സർക്കുലേഴ്സ് ഇവിടെ ആയിരിക്കുന്നത്. ഓൾ സർക്കുലേഴ്സ് ആർ റെക്കമെൻഡേഷൻസ്. അപ്പോൾ അതിന് നേരെ താഴെ കൊണ്ടുപോയി റെക്കമെൻഡേഷൻസ് എഴുതണം. ഓൾ സർക്കുലേഴ്സ് ആർ റെക്കമെൻഡേഷൻസ്. അപ്പം ഇത്രയും സർക്കുലേഴ്സിന് ഇത്രയും റെക്കമെൻഡേഷൻസ് എഴുതി. ഇനി 2 എക്സ്ട്രാ കൊടുക്കണം. അത് മറ്റ് വേരിയബിൾസ് ഇതൊന്നായിട്ട് റിലേഷൻ ഇല്ലാതെ വേണം ആ എക്സ്ട്രാ കൊടുക്കാൻ. അപ്പോൾ അതിന് വെളിയിൽ കൊണ്ടുപോയി ഇവിടെ വേണം എക്സ്ട്രാ റെക്കമെൻഡേഷൻസ് സെയിം ലൈനിൽ വേണം കൊണ്ടുപോയി വെച്ച് കൊടുക്കാൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എന്താണ്? ഫസ്റ്റ് നമ്മൾ എഴുതിയത് ഓൾ ഓർഡേഴ്സ് ആർ സർക്കുലേഴ്സ്. ഓൾ ഓർഡേഴ്സ് ആർ സർക്കുലേഴ്സ്. എക്സ്ട്രാ എഴുതി. എക്സ്ട്രാ 2 സി കിട്ടും. എന്നിട്ട് പിന്നെ എഴുതിയത് നോ സർക്കുലർ ഈസ് എ മെമ്മറാണ്ടം എന്ന് ലാസ്റ്റ് ബട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റിന് തിരിച്ചിട്ടു. നോ സർക്കുലർ ഈസ് എ മെമ്മറാണ്ടം എന്ന് ലാസ്റ്റ് ബട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റിന് തിരിച്ചിട്ടു. ഇനി മെമ്മറാണ്ടത്തിൽ തുടങ്ങുന്നത് നോക്കി വന്നപ്പം ഫസ്റ്റ് ഉണ്ട് സം മെമ്മറാണ്ട ആർ ടെൻഡേഴ്സ്. സം മെമ്മറാണ്ട ആർ ടെൻഡേഴ്സ്. ഇനി വിട്ടത് ഓൾ സർക്കുലേഴ്സ് ആർ മെമ്മറാണ്ടമാണ്. അപ്പോൾ ഇവിടെ ഓൾ സർക്കുലേഴ്സ് ആർ റെക്കമെൻഡേഷൻസ്. ഓൾ സർക്കുലേഴ്സ് ആർ റെക്കമെൻഡേഷൻസ്. എക്സ്ട്രാ 2 റെക്കമെൻഡേഷൻസ് വെളിയിൽ കൊണ്ടുപോയി വയ്ക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ എഴുതണം. സം മെമ്മറാണ്ട ആർ റെക്കമെൻഡേഷൻസ്. സം മെമ്മറാണ്ട ആർ റെക്കമെൻഡേഷൻസ്. ഈ മെമ്മറാണ്ടയ്ക്ക് താഴെ എവിടെയെങ്കിലും റെക്കമെൻഡേഷൻസ് വന്നാലേ അത് ശരിയാവും. വരാം. ഇതൊന്നും വരില്ല, ഇവിടേക്ക് വരില്ല. പക്ഷേ ഇതിന് ഈ ഡാഷിലേക്ക് വരാം. അപ്പോൾ സം മെമ്മറാണ്ട ആർ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് പാർഷ്യലി ട്രൂ ആണ്. 1 ഈസ് പാർഷ്യലി ട്രൂ. ഇനി 2 എന്താ? സം ഓർഡേഴ്സ് ആർ ടെൻഡേഴ്സ്. ഓർഡേഴ്സ് ഇവിടെ കിടക്കുക. സം ഓർഡേഴ്സ് ആർ ടെൻഡേഴ്സ് എന്ന് പറയണമെങ്കിൽ ഇവിടെ ടെൻഡേഴ്സ് വരണം. ഈ ടെൻഡേഴ്സിന് വരാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എല്ലാം ക്രോസാണ്. അപ്പോൾ ഈ ടെൻഡേഴ്സ് വന്നാൽ എം കൂടെ വരും. ഈ ടെൻഡേഴ്സിന് വരാൻ പറ്റില്ല. പക്ഷേ ഈ ടെൻഡേഴ്സിന് ഇവിടെ വന്നിരിക്കാം. അവിടെ വന്നിരുന്നു പോയാൽ എന്ത് പറ്റും? സം ഓർഡേഴ്സ് ആർ, ഇവിടെ ടെൻഡേഴ്സ് വരും. സം ഓർഡേഴ്സ് ആർ ടെൻഡേഴ്സ് ആവും. അപ്പോൾ അത് പാർഷ്യലി ട്രൂ ആണ്. സം ഓർഡേഴ്സ് ആർ ടെൻഡേഴ്സ് പാർഷ്യലി. ഇത്രയും നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ 2
പാർഷ്യലി ട്രൂ ആണ്. ഇതൊക്കെ വേഗം നടക്കണം. ഇനി മൂന്നാമത്തെ എന്താ? ഓൾ സർക്കുലസ് ബീയിങ് ടെൻഡേഴ്സ് ഈസ് എ പോസിബിലിറ്റി. ഓൾ സർക്കുലസ് ബീയിങ് ടെൻഡേഴ്സ്, ഇതാണ് സർക്കുലസ്. ഓൾ സർക്കുലസ് ബീയിങ് ടെൻഡേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ടെൻഡേഴ്സ് വരാമോ? ഇതിനൊരിക്കലും വരാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് വരാം. ഇത് രണ്ടല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടെൻഡേഴ്സ് ആണ് ഇങ്ങോട്ട് കിടപ്പുണ്ട്. അത് എത്ര ടീസ് വേണമെങ്കിലും എടുത്ത് ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ ഓൾ സർക്കുലസ് ബീയിങ് ടെൻഡേഴ്സ് ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ട്രൂ ആണ്, ഫുള്ളി ട്രൂ ആണ്. അത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം തന്നെ ഫുള്ളി ട്രൂ ആണ്. അപ്പോൾ 3 ഫുള്ളി ട്രൂ ആണ്, ഒരു സംശയം വേണ്ട, ഫുള്ളി ട്രൂ ആണ്. ഈ 2 ടീസിന് ഇവിടെ പോയി ഇരിക്കാം. അപ്പം 3 ഇരിക്കാം എന്ന് പറയുന്നത് പോസിബിലിറ്റി ആയിട്ടാണ് കൺക്ലൂഷനിൽ പറയുന്നത്. അതുകൊണ്ടത് ഫുള്ളി ട്രൂ ആണ്. അടുത്തത് നോ റെക്കമെൻഡേഷൻസ് ഇൻ ഓർഡർ എന്നാണ്. നോ റെക്കമെൻഡേഷൻ ഇസ് എൻ ഓർഡർ. ഈ ഇത്രയും റെക്കമെൻഡേഷൻസ് ഓൾറെഡി ഓർഡേഴ്സാണ്. പിന്നെ അങ്ങനെ നോ റെക്കമെൻഡേഷൻ ഇസ് എൻ ഓർഡർ എന്ന് പറയുന്നത്? അപ്പോൾ 4 ഫാൾസാണ്. 4 ഫാൾസാണ്. 5 എന്താ? നോ ഓർഡർ ഇസ് എ മെമ്മോറാൻഡം. നോ ഓർഡർ ഇസ് എ മെമ്മോറാൻഡം. ഓർഡറിന് ഒരിക്കലും മെമ്മോറാൻഡം വരില്ല. അപ്പോൾ നോ ഓർഡർ ഇസ് എ മെമ്മോറാൻഡം എന്ന് പറയുന്നത് ഫുള്ളി ട്രൂ ആണ്. 5 ഫുള്ളി ട്രൂ ആണ്. അപ്പോൾ 3ഉം 5ഉം ട്രൂ ആയിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നും ആൻസർ ഇല്ല. അതെന്താണെന്ന് അവർക്ക് ചോദിക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. നിങ്ങളത് കണ്ടുപിടിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ആൻസർ 3 and 5 ആണ്. ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഓപ്ഷൻസ് ആണുള്ളത്. 3 100% ശരിയാണ്. എന്താ അങ്ങനെ ഇട്ടതെന്ന് SBI അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് ഇവരുടെ അടുത്ത് ചോദിക്കണം. വേറെ മാർഗ്ഗമില്ല.